ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ലേണിംഗ്. സോ എല്ലാവരും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആസ് സച്ച് ആ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രോസസ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ നോക്കുന്ന സമയത്ത് ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ടോ ആ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്? ഉണ്ടല്ലേ. സോ അത് നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് ത്രൂ ആണ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തുണ്ട് ആ ഒരു പ്രോസസ്സിനുണ്ട്. സോ അതെന്താണ് അതിൻ്റെ മാജിക്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ മാജിക് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ്. സിന്തസിസ് മീൻസ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ, പ്രൊഡക്ഷൻ ആണ്. സിന്തസൈസിങ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ്, എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സിന്തസൈസിങ് എന്ന് പറയുക. അപ്പം സിന്തസൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പാർട്ടിൽ സിന്തസൈസ് മീൻ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ്. അതിൽ സിന്തസൈസ് മീൻസ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡാണ് കേട്ടോ. അതായത് പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നു ബൈ യൂസിങ് ലൈറ്റ്. അതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന വേർഡ് ആസ് സച്ച് മീൻ ചെയ്യുന്നത്. ദ പ്രോസസ് വേർ ഗ്രീൻ പ്ലാന്റ്സ് ടേൺ ലൈറ്റ് ഇൻ ടു ലൈഫ്. അതായത് ലൈറ്റിനെ ലൈഫാക്കി മാറ്റുന്നു. സോ അവിടെ തന്നെ ഉണ്ട് അല്ലേ അർത്ഥം, ലൈറ്റിനെ ലൈഫാക്കി മാറ്റുന്നു. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഫോട്ടോസിന്തസിസ് കണ്ടക്ട് ചെയ്യാൻ പറ്റാന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഗ്രീൻ പ്ലാന്റ്സ് മാത്രമല്ല, ഒരുപാട് സെർട്ടൺ മൈക്രോബ്സ് ഉണ്ട്, ആൽഗെ പോലെയുള്ള മൈക്രോബ്സ് ഒക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓഷ്യൻസിലൊക്കെ ഫോട്ടോസിന്തസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു ഗ്രീൻ സ്ട്രക്ചറാണ് ആക്ച്വലി, ഗ്രീൻ പിഗ്മെൻ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ ഗ്രീൻ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത്. സോ ക്ലോറോഫിലിനെ കുറിച്ച് എന്ത് ചെയ്യാൻ നമ്മൾ അറിയണം. അതായത് പ്ലാന്റ്സിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പ്ലാന്റ്സിൻ്റെ ലീഫിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ആക്ച്വലി ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ആ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്താണ് കാണാൻ പറ്റുക. ആ ക്ലോറോഫിലിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. എന്താണ് പെക്യുലാരിറ്റി? ദ ഗ്രീൻ പിഗ്മെൻറ്റ് ദാറ്റ് ക്യാപ്ചർ ലൈറ്റ് എനർജി. അതായത് സണ്ണിൻ്റെ ലൈറ്റ് എനർജിനെ ക്യാപ്ചർ ചെയ്തിട്ട് ആ എനർജി യൂസ് ചെയ്തിട്ടാണ് ഫുഡ് മേക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിൻ്റെ ലീഫിൽ ഈ ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുന്നത്. സോ ആ ഒരു ക്ലോറോഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് നടക്കില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ ക്ലോറോഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രീൻ പിഗ്മെൻറ്റ് ദാറ്റ് ക്യാൻ ക്യാപ്ചർ ദ ലൈറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയലാണ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് അല്ലേ. നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് എന്ത് ചെയ്യും, പ്ലാന്റ്സ് ടേക്ക് ഇൻ ചെയ്യും ഫ്രം ദ എയർന്ന് ടേക്ക് ഇൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരുടെ ടൈനി പോസ് ഉണ്ട് അല്ലേ, അതായത് ലീഫിൽ ടൈനി പോസ് ഉണ്ട്, അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. ആ സ്റ്റൊമാറ്റ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നത്, അവർ ടേക്ക് ഇൻ ചെയ്യുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റോ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, അതിനൊപ്പം എന്തുകൂടി വേണം, വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഫുഡ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒപ്പം ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ഫ്രം ദ സോയിൽ ടു പ്രൊവൈഡ് മിനറൽസ്. അതായത് മിനറൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് മാറുന്നുണ്ട് പ്ലാന്റ്സിൽ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരാൾ നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ ദാറ്റ് മീൻസ് സൺലൈറ്റിൻ്റെ പ്രസൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൺലൈറ്റ് ദ എനർജി സോഴ്സ് ദാറ്റ് പവേഴ്സ് ദ വാൾ ഫാക്ടറി. അതായത് ഫുഡ് ഫാക്ടറി ഓഫ് ദ പ്ലാന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, ലീഫ് എന്ന് വിളിക്കുക. ആ ഫാക്ടറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു എനർജിയാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. ആ എനർജിനെ ക്യാപ്ചർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ. ആൻഡ് ടു തിങ്സ് ദാറ്റ് കമ്പൈൻ ടുഗദർ. ആരൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിൽ ഫുഡ് മേക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു കോർ കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ലീഫിനെ ഒരു ഫുഡ് ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടറി എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ്? അതിന് എന്തുണ്ട്, അതിനാണ് ഈ ഒരു ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉള്ളത്. ആ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് മാത്രം പോരല്ലോ, അല്ല, നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വേണം. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. സോ അതിനെന്ത് വേണം, അവർക്ക് ഒരു ടൈനി ഓപ്പണിങ്സ് വേണം. ആ ടൈനി ഓപ്പണിങ്സിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ലീവ്സ് ദർ ആർ മില്യൻസ് ഓഫ് ടൈനി ഹോൾസ് കോൾഡ് സ്റ്റൊമാറ്റ. അതായത് മില്യൻസ് ഓഫ് ഹോൾസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലോവർ സൈഡ്, ലീഫിൻ്റെ ലോവർ സൈഡിൽ കാണാൻ പറ്റും. ദീസ് ആക്ട് ലൈക്ക് വിൻഡോസ് ദാറ്റ് ഓപ്പൺ ടു ലെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലെറ്റ് ഓക്സിജൻ ഔട്ട്. അതായത് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻലെറ്റ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടക്കാനും അതുപോലെ തന്നെ ഇൻസൈഡിലേക്ക് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിൻഡോ പോലെ ആക്ട് ചെയ്യുന്ന ലിറ്റിൽ വിൻഡോ പോലെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈനി ഓപ്പണിങ്സ് വർക്ക് ചെയ്യുന്നത്. ലീവ്സ് ആർ ഗ്രീൻ ബിക്കോസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനിക് കാരനാണ് ലീവ്സ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ കളർ വരുന്നത്. ദേ ആർ ഷേപ്ഡ് ബ്രോഡ്
ക്യാച്ച് മാക്സിമം സൺലൈറ്റ്, അതായത് മാക്സിമം സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനാണ് നമുക്ക് എല്ലാ ലീവ്സും നമുക്ക് കാണാൻ പറ്റില്ലേ, ദേ ആർ ബ്രോഡ് ഇനഫ് ടു ക്യാപ്ചർ സൺലൈറ്റ് അല്ലേ, സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോഡ് ആയിരിക്കും. സോ അതിൻ്റെ അണ്ടർ സൈഡായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ടൊമാറ്റോ ഒക്കെ കാണാൻ പറ്റുക. സോ എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്തില്ല, നടക്കില്ല. ഈ ഫോട്ടോസിന്തസിസിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞു ഓഷ്യൻസിലൊക്കെ സർട്ടൻ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ ആൽഗെ പോലെയുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സെയിം പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി അവിടുത്തെ ഓക്സിജൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം മേജർ പ്രൊപ്പോർഷൻ ഓഫ് ദ എർത്ത് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ഓഷ്യൻ എന്നറിയാം അല്ലേ. പക്ഷേ അവിടുത്തെ ആ ഓക്സിജന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിജൻ്റെ 98% ഓഫ് എബൌട്ട് 90% നമ്മളെന്താണ് നമുക്ക് തരുന്നത് ട്രീസ് ആണ്. സോ ട്രീസ് എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബ്രീത്ത് ഓഫ് ലൈഫ്, അതായത് നമ്മളെ ലൈഫിൻ്റെ ബ്രീത്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മളെ പ്ലാന്റ്സ് ആണ്. വൈ പ്ലാന്റ്സ് മാറ്റർ, എന്തുകൊണ്ടാണ് പ്ലാന്റ്സും ഫോട്ടോസിന്തസിസും മാറ്റർ ചെയ്യുന്നത്? ഓൾമോസ്റ്റ് ഓൾ ദ ഓക്സിജൻ വി ബ്രീത്ത് കം ഫ്രം ഫോട്ടോസിന്തസിസ്, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ഓക്സിജൻ വരുന്നതും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. വിതൗട്ട് പ്ലാന്റ്സ് ദ എയർ വുഡ് സൂൺ ബി ഡിവോയ്ഡ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ടു സർവൈവ്. അതായത് ആനിമൽസ് ആവട്ടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ആവട്ടെ സർവൈവ് ചെയ്യാൻ എന്ത് വേണം, നമുക്ക് എനർജി വേണം അല്ലേ. എനർജി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ ഓക്സിജൻ. നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ വി നീഡ് ഓക്സിജൻ. നമുക്ക് ഓക്സിജൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹ്യൂമൻസിനാവട്ടെ ആനിമൽസിനാവട്ടെ എല്ലാവർക്കും ഓക്സിജൻ റിക്വയർഡ് ആണ്. സോ ആ ഓക്സിജൻ്റെ പാർട്ട് ഡിവോയ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വോയിഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എംപ്റ്റി സ്പേസ് ആണെങ്കിൽ വി കനോട്ട് സർവൈവ് അല്ലേ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് പ്ലാന്റ്സ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. പ്ലാന്റ്സ് ഓൾസോ ആക്ട്സ് ആസ് ദ ബേസ് ഓഫ് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിൻ്റെ ബേസ് ആണ്. നമ്മൾ എല്ലാവരും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മളെന്താണ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ നമ്മൾ പ്ലാന്റ്സിനെ ഡയറക്ട്ലി ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആനിമൽസിനും ഡയറക്ട്ലി ആനിമൽസ് മീറ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാ ഓർഗാനിസം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ പ്ലാന്റ്സ് ആണെന്ന് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊവൈഡ് എനർജി ഫോർ എവരി വൺ, എല്ലാവർക്കും എനർജി തരുന്ന ഒരു ഫുഡ് ചെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ആളാരാണ്, പ്ലാന്റ്സ് ആണ് പേര് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ പ്രോസസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ദ സീക്രട്ട് റെസിപ്പി, അതിൻ്റെ സീക്രട്ട് റെസിപ്പി എന്താണ്, ടേണിങ് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഇൻറ്റു എനർജി റിച്ച് ഷുഗർ. അതായത് എനർജി ആയിട്ട് മാറാൻ പറ്റുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യും, സിമ്പിൾ ഇൻഗ്രീഡിയൻസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഹൈ എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂളിന് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്, ലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. സിന്തസിസ് മീൻസ് സിന്തസിസ് ഓർ മേക്ക് ആണ് കേട്ടോ, മേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരാളാണ്. ഗ്ലൂക്കോസ് എന്താണ്, എനർജി മോളിക്യൂളാണ്, എനർജി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂളാണ്. സോ അത് എന്താണ്, എനർജി മോളിക്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് അവിടെ സിന്തസൈസ് ചെയ്യുന്നത് ബൈ യൂസിങ് ക്യാപ്ചേർഡ് സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. സോ ഇത്രയും അധികം നമ്മൾ അറിയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്ന ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് അല്ലേ. ഈ കോൺസെപ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കണം അല്ലേ. കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒരു പെരിഫറൽ ലെവലിൽ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കോർ കോൺസെപ്റ്റിലേക്കും കൂടി എന്ത് ചെയ്യണം, ഇറങ്ങണം. നിങ്ങൾ കോർ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ്റെ പാർട്ടാവണം. ഫൗണ്ടേഷൻ പാർട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കോർ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവെയിൽ ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എക്സ്പേർട്ട് ലീഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. മാത്തമാറ്റിക്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, മെൻ്റൽ എബിലിറ്റി ആവട്ടെ, അതുപോലെ തന്നെ സയൻസ് ടോപ്പിക്സ് ആവട്ടെ, എല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്പേർട്ട് ലീഡായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവൈൽ ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ടാണോ പഠിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം അല്ലേ, ഒരു ഷെഡ്യൂൾ വേണം അല്ലേ. നമുക്ക് ഒരു കൃത്യമായുള്ള ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. പലർക്കും
എല്ലാവർക്കും അവരുടെ പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയത് പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഷെഡ്യൂൾ ക്രിയേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെൻറ്ററിൻ്റെ സഹായം ആവശ്യമാണ്. സോ ആ ഒരു 1-to-1 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് എന്തായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പാർട്ടായിട്ടുണ്ടാവും. കോംപ്രഹെൻസീവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതിലൂടെ. ദെൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ഉണ്ടാവും. ഓരോ കോൺസെപ്റ്റുകളും നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ്, ന്യൂ മാത്സ്, അതുപോലെ തന്നെ NMMS, CM കിഡ്സ്, NSTSC, UMO അങ്ങനെയുള്ള ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് അല്ലേ, ആക്ച്വലി അതിന് കോച്ചിങ് തന്നെ നമുക്ക് പറയാം. ആ ഒരു കോച്ചിങ് കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മെയിൻലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോക്കസ് എയിമൊക്കെ ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള എയിംസ് ആയിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് IAS ആവണമെന്നായിരിക്കും, ചിലവർക്ക് എഞ്ചിനീയേഴ്സ് ആവണമെന്നായിരിക്കും, ചിലവർക്ക് ഡോക്ടേഴ്സ് ആവണമെന്നായിരിക്കും, ചിലർക്ക് വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും, സയൻറ്റിസ്റ്റുകളായിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോക്കസുകളുള്ള ആളുകളാണ്. സോ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. സോ ആ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായുള്ള ഒരു എഡ്ജ് വേണം. അവിടെ കൃത്യമായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് വേണം. സോ ആ കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇൻട്രാക്റ്റീവ് ലേണിംഗ് ത്രൂ സിമുലേഷൻസ്, അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിമുലേഷൻസ് അവൈലബിൾ ആണ്. FET, GeoGebra പോലെയുള്ള സിമുലേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആക്സസ് ടു ഗ്ലോബൽ പിയർ നെറ്റ്വർക്ക് ഓഫ് ഹൈ അച്ചീവിംഗ് സ്റ്റുഡൻസ്, അതായത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൽ നിങ്ങളായിരിക്കും മികച്ചതുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എന്തായിരിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ മിടുക്കരായിരിക്കും. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിലെ മിടുക്കർ എല്ലാവരും കൂടി, അല്ലെങ്കിൽ ഓരോ സ്കൂളിലെയും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ഒരു ക്ലബ്ബായിട്ട് വന്നാലോ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എബിലിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. സോ ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതായത് വേൾഡിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്, ഏകദേശം 5500ഓളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഓൾറെഡി എക്സ്റ്റൻഡായിട്ട് പാർട്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നമുക്കിപ്പം ബാക്കിയുള്ളത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും XNY ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പർ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. 7736021333 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറൗണ്ട് 3000 റുപ്പീസിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ബേസിക് മാത്സ് കോഴ്സ്, അതായത് പലപ്പോഴും മാത്സ് പലർക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിട്ട് വരുന്നത് അവർക്ക് കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു എക്സാംസ് മാത്സ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മൾ June 30 ആണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മന്ത് 30 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡേറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫൗണ്ടേഷനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 2 ലിങ്കും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫൗണ്ടേഷൻ എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആളുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളെ ലൈഫിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇതിന് പുറകിലുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ എന്ത് ചെയ്യാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് ഇനി വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സയൻസ് ഫാക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സയൻസ് എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ.